ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 വലിയ സൈസിലുള്ള ക്യാരറ്റാണ്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് വരാം. ഇനി ഈ ക്യാരറ്റ് എന്താക്കണം, നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ക്യാരറ്റെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കാഷ്യൂനട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റണം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കി അടിയോടെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ടാലും മതി കേട്ടോ. പിന്നെ 1 കപ്പ് അളവിൽ പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയോടെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലോട്ട് ഒരു 4-5 ഏലക്ക ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പാലെല്ലാം ഒന്ന് വറ്റി വരുന്ന വരെ കുക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടിയോടെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, എല്ലാം അടി പിടിക്കും. ഇപ്പോൾ ഇതാ പാലെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. പാലെല്ലാം വറ്റിയതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.